നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ചുരക്കൽ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരാതിക്കാരനായ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ഡോക്ടർ ഹാരിസ നല്ലയാളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം പരിശോധിച്ച് അതിൽ നടപടികൾ എടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് പറയുന്നത് ഒരു കാർ വാങ്ങിക്കാൻ സർക്കാരിൻ്റെ പണമുണ്ട്, പക്ഷേ മെയിൻ്റനൻസ് കാറില്ല. അതുമായിട്ടാണ് അദ്ദേഹം ആരോഗ്യവകുപ്പ് കമ്പയർ ചെയ്യുന്നത്. അതായത് കാർ വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല, കാലഘട്ടങ്ങളിലെ ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം, അങ്ങനെയുള്ള രൂപങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഹാരിസ് നടത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ തന്നെ ഡോക്ർ ഹാരിസ് തന്നെ പറയുന്നതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം 2200-2200 സർജറികൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം നടന്നിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് മാസം വരെ ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു MRI എടുക്കാൻ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന നമ്മുടെ ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിൽ വന്ന് MRI എടുത്ത് പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പം ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും 2026 ഓഗസ്റ്റിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട്, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തി എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു 100 ബെഡഡായിട്ടുള്ളൊരു ICU എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വർധനവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ് ആരോഗ്യ സ്ഥാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അത് നമ്മൾ പറയുന്നതല്ല, ഇന്ത്യയിലെ കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ആ പുരസ്കാരം അത് കണക്കെടുത്തിട്ടാണല്ലോ. കണക്ക് വെറുതെ പറയുന്നതോ പേപ്പറിലുള്ളതോ അല്ലല്ലോ, അത് ഡിജിറ്റലി രേഖപ്പെടുത്തപ്പെട്ട ഓരോ പേഷ്യൻറ്റിൻ്റെയും കേസ് എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടക്കുന്ന ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇതുണ്ട്. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. ഞാൻ ഈ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസ് ഇന്നലെ എനിക്ക് എറണാകുളത്തും നമ്മുടെ മണ്ഡലത്തിലൊക്കെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനിത് അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. അതായത് നമ്മുടെ മുന്നിലെത്തുന്ന ഒരു വ്യക്തി, ഒരു രോഗവുമായിട്ടെത്തുന്ന വ്യക്തി, അത് നമ്മളാണെന്നോ നമ്മുടെ പ്രിയ മക്കളാണെന്നോ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണെന്നോ നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ്, നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ്, നമ്പർ ഓഫ് കേസസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ എന്നിട്ടും പോരാ, സിസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം. അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സർക്കാരുമുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. സർക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 3000 രൂപ കൂടുതലായിട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾ ഒരു ആരോടെങ്കിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ മറ്റ് കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു. അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നിടുന്നതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല. പക്ഷേ അതിന് മാറ്റമുണ്ടാകണം. ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ.
അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറയും. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട CM തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത്. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആഴ്ചയും എല്ലാ HOD-മാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് 2 ആഴ്ചയും ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും HOD-മാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ്. എല്ലാ തിങ്കളാഴ്ചയും HOD-മാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ, നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യൻറ്റിനെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ കരുതുന്നിടത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ്, ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2021 സൗജന്യ ക്ലെയിം, അത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ ഒരു കേസാണ്. അപ്പോൾ 2021 2.5 ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത്. 2.5 ലക്ഷം ആളുകൾക്കാണ് സൗജന്യ ചികിത്സ കൊടുത്തിരുന്നത്. 2024 ആയപ്പോഴേക്കും അത് 6.5 ലക്ഷമായി. 3 വർഷം കൊണ്ടുള്ള വർധനവൊന്ന് നോക്കിക്കേ, എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസിനൊക്കെ പല നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നമ്മളിപ്പോൾ ഫയൽ അദാലത്ത് നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് CM ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിടുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടേക്കാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ പോയൊരു പ്രശ്നങ്ങൾ തീർക്കുകയില്ല, അത് മാത്രം ചെയ്ത് തിരിച്ചു വരികയല്ല. ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നൽകണമെന്ന് മിനിസ്റ്റേഴ്സിനോട് ബഹുമാനപ്പെട്ട CM തന്നെ ആവശ്യപ്പെടുകയും മിനിസ്റ്റേഴ്സ് തന്നെ അത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എഴുതി നൽകുകയും ചെയ്തു. അപ്പോൾ ഇതൊരു കറക്ഷൻ പ്രൊസീജിയർ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.